ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. അയ്യോ ഓടി വിടുന്നു. ഇറങ്ങി പോവാൻ. ഇറങ്ങിക്കോടാ ഈ വീട്ടിൽ നിന്ന്. ഇറങ്ങിക്കോടി. ഓടി വിടുന്നു. ഒരു ദിവസം കടന്നു പോയാലും ശരി പറയടി. എടി പറയ. പറയടി. എടി പറയ. അയ്യോ പറ പറയ. എല്ലാവരും കേൾക്ക. ഉറക്ക പറ. പറയടി. എനിക്ക് ബുദ്ധിക്ക് യാതൊരു കുഴപ്പമില്ല. അയ്യോ ഞാനും മുത്തശ്ശിയും കൂടി എല്ലാരും പറ്റിക്കാൻ വേണ്ടി ചെയ്തതാ. കേട്ടില്ലേ പരമേശ്വര? ഇവളെയും ഇവളുടെ മുത്തശ്ശിയും എന്താ ചെയ്യേണ്ടത്? നീ പറ. സുകുമാരിയമ്മേ, ഒരു മുത്തശ്ശി കൊച്ചുമകളെ സ്നേഹിക്കുന്നത് തെറ്റല്ല. കൊച്ചുമകളുടെ ജയത്തിനു വേണ്ടി അല്പം വകമാറ്റി ചിന്തിക്കുന്നതിലും തെറ്റില്ല. പക്ഷേ നിങ്ങൾ എന്താ ചെയ്തതെന്ന് അറിയാമോ? എന്റെ കുടുംബത്തെ ഒപ്പം നിങ്ങളുടെ കൊച്ചുമോളെയും ഒരുപോലെ ഇല്ലാതാക്കി. ഗർഭിണിയല്ലാത്ത ഒരുവളെ നിങ്ങൾ ഗർഭിണിയാക്കി. ബുദ്ധിയും ബോധമുള്ള ഒരുത്തിയെ നിങ്ങൾ ബുദ്ധിയില്ലാത്തവളാക്കി. ഇത് നിങ്ങളുടെ ബുദ്ധിയായിരുന്നോ അതോ നിങ്ങൾ എപ്പോഴും പറയുന്ന വക്കീലിന്റെ ബുദ്ധിയായിരുന്നോ? നോക്ക് എടി, നോക്കടി. നിന്നെ ഞങ്ങൾ തിരിച്ചറിഞ്ഞിട്ട് ദിവസങ്ങൾ എത്രയെന്നറിയോ? പക്ഷേ കൃത്യമായൊരു തെളിവ് അച്ഛന്റെ അമ്മയുടെ മുമ്പിൽ കൊണ്ട് കാണിക്കണമെന്ന് കരുതിയാ ഞങ്ങൾ ഇത്ര നാൾ വെയിറ്റ് ചെയ്തത്. ഞങ്ങൾക്ക് ഉറപ്പായിരുന്നു ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന ഭഗവാൻ ആ തെളിവ് ഞങ്ങളുടെ മുൻപിൽ കൊണ്ടുവന്ന് കാണിക്കുന്നു. ബുദ്ധിയില്ലായ്മ കാണിച്ച നിനക്ക് മറ്റുള്ളവർ മടിച്ചപ്പോഴും ചോറ് വാരത്തുന്നത് ഞാനാ, ഈ കൈകൊണ്ട്. അപ്പോ ഇതുകൊണ്ട് തന്നെയല്ലേ നിന്നെ ശിക്ഷിക്കേണ്ടത്? അച്ഛാ, ഇവർ രണ്ടുപേരെ എങ്ങനെയാ ശിക്ഷിക്കേണ്ടത്? അച്ഛൻ എന്തു പറഞ്ഞാലും ഞങ്ങൾ ചെയ്തോളാം. കൊണ്ടുപോയി കായലിലോ കടലിലോ കെട്ടിത്താത്തണമെങ്കിൽ അതും ചെയ്യാം. ഞങ്ങളെ കായലിലൊന്നും കെട്ടിത്താഴ്ത്തല്ലേ. മുൻപൊരിക്കല് കായല് ചാടിയതല്ലേ സുകുമാരി? അത് ചാകാൻ പോയതല്ലേ? അപ്പൊ പിന്നെ ഇപ്പൊ കെട്ടിത്താഴ്ത്തിയാൽ എന്താ കുഴപ്പം? അമ്മേ, ഈ രണ്ടെണ്ണത്തിനെയും ഇപ്പൊ തന്നെ ഇവിടുന്ന് പറഞ്ഞു വിടണം. ഇനി മേലാൽ കണിമംഗലം കുടുംബത്തിൽ ഇവരുടെ തലവെട്ടം കണ്ടാൽ കാണുന്നവരാരായാലും കയ്യിൽ കിട്ടുന്നത് എന്താണോ അതുകൊണ്ട് തല്ലിക്കൊല്ലണം. രാധികെ, പിടിച്ചറക്ക് രണ്ടിനെയും. ഇറങ്ങിക്കോ, രണ്ടുപേരും ഇറങ്ങിക്കോ.
നിങ്ങൾക്ക് ഞാൻ ഒരു ശല്യം ഉണ്ടാക്കില്ല. കിട്ടുന്നതും തിന്ന് ഇവിടെ എവിടെയെങ്കിലും കിടന്നോളാം അച്ഛ. കിട്ടുന്നതും വാങ്ങിച്ച് ഇവിടെ കിടന്നോളാന്നല്ലേ പറഞ്ഞത്? അപ്പോ കൊടുത്തല്ലേ പറ്റൂ. പിടിച്ചോ, പിടിച്ചോ. ആ, പോരെ, പോരെ. ഇനിയും വേണം. ആ. ഇറങ്ങി, ഇറങ്ങി വീട്ടിൽ നിന്ന്. പോരെ, ഇനിയും വേണം. ഇറങ്ങിക്കോ, ഇറങ്ങിക്കോ വീട്ടിൽ നിന്ന്. ഓടി വിടുന്നു. പോ, ഇറങ്ങി പോവാൻ. ഇറങ്ങിക്കോടാ ഈ വീട്ടിൽ നിന്ന്. ഇറങ്ങിക്കോടി. പോടി വിടുന്നു. ഇനി ഈ പരിസരത്ത് കണ്ടുപോകരുത്. ആ, ജയഭാരതി നിനക്ക് അറിയില്ല. അവൾ എന്റെ അടുത്താ കളിക്കുന്നേ. ഒരു സുകുമാരി വന്നിരിക്കുന്നു. കോണിമംഗലത്തെ ജയഭാരതിയോടാ. എന്റെ ചക്കര മുത്തശ്ശി. ആ, അങ്ങനെ മുത്തശ്ശിമാരുടെ ഓട്ട മത്സരത്തിൽ ആറ്റുവാശ്ശേരി സുഖാരി മുത്തശ്ശി 1ാം സ്ഥാനം കരസ്ഥമാക്കിയിരിക്കുകയാണ്. സുകുമാരി മുത്തശ്ശിക്ക് അഭിനന്ദനങ്ങൾ. എന്തൊക്കെ നാടകങ്ങളാ നമ്മുടെ മുമ്പിൽ നടന്നത്. ഇപ്പോഴെങ്കിലും അമ്മ ഇതിന് തയ്യാറായില്ലെങ്കിൽ നമ്മളെ ഇനി അവര് പറ്റിക്കുമായിരുന്നില്ലേ? എന്റെ കൊച്ചുങ്ങളുടെ ജീവിതമാടാ അവര് രണ്ടുപേരും കൂടി ഇല്ലാതാക്കിക്കൊണ്ടിരുന്നത്. വേറെ എന്ത് ക്ഷമിച്ചാലും അതെനിക്ക് ക്ഷമിക്കാൻ പറ്റില്ല. അല്ല പറഞ്ഞേ, ഇപ്പൊ ഗേറ്റ് കടന്നു പോയത് മുത്തശ്ശി മാത്രമല്ലേ? പ്രിയങ്ക എവിടെ? ശരിയാണല്ലോ, അവള് പ്രിയങ്ക മുത്തശ്ശിയുടെ കൂടെ ഉണ്ടായിരുന്നില്ലല്ലോ.